കുമ്പള ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ വിദ്യാർത്ഥികളുടെ പലസ്തീൻ ഐക്യദാർഢ്യ മൈം നിർത്തിവെച്ചതിൽ അധ്യാപകർക്കെതിരെ പ്രതിഷേധം. PTA മീറ്റിംഗിൽ MSF പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. വിവരങ്ങളുമായി സരീഷ് PK ചേരുന്നുണ്ട്. സരീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയായിരുന്നു. കലയിൽ രാഷ്ട്രീയം വരുന്നത് അത് കേരളത്തിൽ സ്വാഗതാർഹമാണ്, എല്ലാ കാലത്തും ഇപ്പോഴും. പക്ഷേ അതിനെ ഹനിക്കുന്ന വിധത്തിലാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കാര്യങ്ങൾ. ഇപ്പോൾ പ്രതിഷേധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്താണ് വിശദാംശങ്ങൾ? കലോത്സവത്തിനിടെ മൈം നടത്താനുള്ള പലസ്തീൻ ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് കലാരൂപങ്ങൾ തന്നെയായിരുന്നു ആ അവതരണം. അതിനിടയിലാണ് അധ്യാപകർ ഈ പരിപാടി അവസാനിപ്പിക്കണം, കർട്ടൻ ഇടണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായി ഈ കർട്ടൻ ഇടുകയും പരിപാടി കലോത്സവം തന്നെ റദ്ദ് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ MSF പ്രവർത്തകർ ഇന്ന് നടക്കുന്ന PTA യോഗത്തിലേക്ക് ഇരച്ചു കയറിയത്. PTA യോഗം, അടിയന്തര PTA യോഗം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് നമുക്കറിയാം, ലോകരാജ്യങ്ങൾ തന്നെ ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇന്നലെ വിദ്യാർത്ഥികൾ അവതരിച്ച മെംഷോക്ക് അധ്യാപകർ, അതും നേരത്തെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മെംഷോ സ്ക്രിപ്റ്റ് അധ്യാപകർക്ക് നേരത്തെ അറിഞ്ഞിട്ട് പോലും അപ്പോഴൊന്നും നടപടിയെടുക്കാതെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സംസാരിക്കാതെ ഇന്നലെ വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ അവതരിപ്പിക്കുന്ന ഇടയിൽ ചെന്നുകൊണ്ട് അധ്യാപകർ കർട്ടൻ താത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഇറക്കി ഓടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് MSF ഇവിടെ നടത്തുന്നത്. ഞങ്ങൾ പറയുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി വേണം. കാരണം നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഫലസ്തീന് വേണ്ടി ഐക്യപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള നടപടി, അതും ഇതുപോലെയുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ നടപടി വരുമ്പോൾ നമുക്കറിയാം, ലോകത്തിലെ എല്ലാ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നത് ക്യാമ്പസിൽ നിന്നാണ്, വിദ്യാർത്ഥികളാണ്. അതിനിടയിൽ വിദ്യാർത്ഥികൾ ഫലസ്തീന് ഐക്യപ്പെടുമ്പോൾ, ആ പിഞ്ചു മക്കൾക്ക് വേണ്ടി ഐക്യപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള നടപടിയുള്ള അധ്യാപകനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. അതുപോലെ ഇന്നലെ PTA കമ്മിറ്റി അറിയാതെയാണ് ഈ അധ്യാപകൻ കലോത്സവം നിർത്തിവെച്ചത്. ഇന്ന് ഇവിടെ കലോത്സവം നടത്തേണ്ടതായിരുന്നു രണ്ടാമത്തെ ദിവസം, അത് നിർത്തിവെച്ചത് PTA കമ്മിറ്റി പോലും അറിയാതെയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് MSF ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കലോത്സവം അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കലോത്സവം അവസാനിപ്പിച്ചത് ഒരറിവുമില്ലാതെ, അതായത് PTA-യോട് ഒരു കൂടിയാലോചനയും ഇല്ലാതെയാണ് നടത്തിയത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് തന്നെയാണ് ഈ പ്രതിഷേധത്തിനൊപ്പം തന്നെ അധ്യാപകർക്കെതിരെ നടപടി വേണം എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ PTA-ക്ക് എന്താണ്? PTA-യുടെ യോഗം ഇന്ന് രാവിലെ മുതൽ ഇവിടെ ചേരുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PTA-യുടെ ഒരു യോജിച്ച തീരുമാനത്തോടു കൂടി എടുത്ത വിഷയങ്ങളല്ല ഇത്. അടിയന്തരം പറ്റി ഇന്നലെ രാത്രി 7:30 മണിക്ക് എടുത്ത വിഷയമാണ്. അതുകൊണ്ട് 9 മണിക്ക് ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ട് ഇതിനോട് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനമാണ് ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഏതുമായിട്ടുള്ള അധ്യാപകരാരായാലും അവർക്കെതിരെ നടപടി കർശനമായി വേണമെന്ന് തന്നെയാണ് PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ശുപാർശ ഞങ്ങൾ ചെയ്യും. PTA കമ്മിറ്റി കുട്ടികളെ വിലക്കിയ അധികൃതർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ PTA-യുടെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നത്. അവിടെ പ്രതിഷേധം തുടരുകയാണ് MSF-ന്റെ. കുട്ടികൾ രാഷ്ട്രീയം പറയും, അത് പറയേണ്ടതാണ്. അതിനെ വിലക്കാൻ ആർക്കും കഴിയില്ല. പ്രത്യേകിച്ച് ഒരു ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ഇത് നടക്കുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ പലസ്തീൻ അനുകൂലമായി റാലികളും പ്രതിഷേധ സംഗമങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത് എന്നത്. അതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സരീഷ് PK ആണ് വിവരങ്ങൾ നൽകിയത്.